ഹലോ ഗൈസ്, അപ്പം ഇന്ന് ഞാൻ എന്നെപ്പറ്റി തന്നെ നിങ്ങൾക്കൊരു ഐഡിയ തരാൻ വേണ്ടിയിട്ട് പോവാണ്. അപ്പം ആദ്യമേ തന്നെ പേരിൽ തുടങ്ങുമെന്ന് വിചാരിച്ചെങ്കിലും ആ പേര് ഒരു ക്വസ്റ്റ്യൻ മാർക്കായിട്ട് അവിടെ തന്നെ അങ്ങ് നിൽക്കട്ടെ. ഞാനൊരു UG സ്റ്റുഡൻ്റാണ്. അതിനുപരി എല്ലാ മിഡിൽ ക്ലാസ് ഫാമിലിയിലെ ചെക്കന്മാരെ പോലെയും ഹയർ സെക്കൻഡറി കഴിഞ്ഞ് 10 പുത്തനുണ്ടാക്കാനുള്ള ഓട്ടത്തിലാണ് ഞാൻ. ഇതിൻ്റെ കൂടെ പഠിത്തം കൂടെ ടാലിയാക്കി കൊണ്ടുപോകാനായിട്ട് നമ്മൾ പെടുന്ന പാട് ചില്ലറയൊന്നും അല്ല കേട്ടോ. അറിയാവുന്നതും അറിയാൻ പാടില്ലാത്തതുമായ ഇഷ്ടം പോലെ പരിപാടികൾ ചെയ്ത് 3G ആയിട്ടുണ്ട്. എന്നാൽ അവിടെ കൊണ്ടൊന്നും നിർത്താൻ ഞാൻ ഒരുങ്ങിയില്ല കേട്ടോ. കാരണം മിസ്റ്റർ ബീനിനകത്ത് പേഴ്സ് തുറക്കുമ്പോൾ ബട്ടർഫ്ലൈ പറന്നു പോണ പോലെയാണ് എൻ്റെ പേഴ്സിൻ്റെ അവസ്ഥ. എന്തിനു വേണ്ടി തിളയ്ക്കുന്ന സാമ്പാർ പോലെ 2 ATM കാർഡ് അതിലുണ്ട്. എന്നാൽ അതിൽ 1000 രൂപയ്ക്ക് മേലെ ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. ഇനിയിപ്പോൾ 1000 രൂപ ഉണ്ടെങ്കിലോ അതിന് ഭാരിച്ച 100 കാര്യങ്ങളും ഉണ്ടാവും. എൻ്റേതായ കാര്യങ്ങൾക്ക് ചിലവഴിക്കാനായിട്ട് ആ 1000 രൂപയിൽ നിന്ന് ഒരു 100 രൂപ കിട്ടുമോ എന്നുള്ളത് തന്നെ സംശയമാണ്. അങ്ങനെ കടവും കടത്തിനുമേൽ കടവുമായി ഇനി എന്ത് എന്നിങ്ങനെ ചിന്തിച്ച് നിൽക്കുന്ന ടൈമിലാണ് എൻ്റെ മൈൻഡിൽ അടുത്ത ബിസിനസ് വന്നത്. ഇത് എത്തവണത്തെ പോലെയും അങ്ങനെ ഫേസ്ബുക്കും യൂട്യൂബും കണ്ട് ഉള്ളൊരു ബിസിനസ്സൊന്നും അല്ലായിരുന്നു. എല്ലാ തവണയും മറ്റുള്ളവർ പറയണ കേട്ട് ബിസിനസ് ചെയ്യാൻ തുടങ്ങിയ ഞാൻ ഇത്തവണ എൻ്റെ കഴിവിനെ വെച്ച് ഞാൻ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ തീരുമാനിച്ചു. അത് മറ്റൊന്നുമല്ല, കുക്കിംഗ്. അത്യാവശ്യം തരക്കേടില്ലാത്ത രീതിയിൽ കുക്ക് ചെയ്യുമെന്നാണ് അന്നും ഇന്നും എൻ്റെ വിശ്വാസം. അങ്ങനെ മനസ്സിലൂടെ ഒരുപാട് ഐഡിയകൾ കീറിമറിഞ്ഞു. കാറ്ററിങ്, ചെറിയ തട്ടുകട, അങ്ങനെ പലത്. എന്നാൽ ഇതിനൊക്കെ ക്യാപിറ്റൽ ഒരുപാട് വേണ്ടതുകൊണ്ടും നമ്മളുടെ കയ്യിൽ ഇല്ലാത്തതും പണം, നമുക്ക് വേണ്ടതും പണമായതുകൊണ്ടും അതൊക്കെ അപ്പാടെ അങ്ങ് ഉപേക്ഷിച്ചു. പിന്നെയും കുറച്ച് നാളത്തെ നമ്മുടെ റിസർച്ചിന് ശേഷം അധികം മുതൽ മുടക്കൊന്നും ഇല്ലാതെ നമുക്ക് തുടങ്ങാൻ പറ്റിയ ഒരു ഐഡിയ നമ്മുടെ മൈൻഡിൽ വന്നു. മറ്റൊന്നുമല്ല, പിക്കിൾ ബിസിനസ്. വീട്ടിൽ തരക്കേടില്ലാതെ പിക്കിളൊക്കെ ഉണ്ടാക്കും എങ്കിൽ പിന്നെ അത് എന്തുകൊണ്ടുണ്ടാക്കി മാർക്കറ്റ് ചെയ്തുകൂടാന്ന് ഞാൻ വിചാരിച്ചു. അങ്ങനെ അമ്മ കുടുംബശ്രീയിൽ നിന്ന് ലോൺ എടുത്തു തന്ന ആ പൈസയായിട്ട് എൻ്റെ സാമ്രാജ്യം കെട്ടിപ്പടുക്കാനുള്ള എൻ്റെ ഓട്ടം അവിടെ ആരംഭിച്ചു. 4 കിലോ ബീഫും അതിനനുബന്ധമായ അനുസാരികളും അടുപ്പിച്ചാണ് എൻ്റെ ആദ്യ ബാച്ച് അച്ചാർ ഞാൻ ഉണ്ടാക്കി തുടങ്ങിയത്. നമ്മൾ വീട്ടിലെങ്ങനെ ഉണ്ടാക്കുന്നോ അതേ ക്വാളിറ്റിയിൽ തന്നെ കസ്റ്റമറിലേക്ക് എത്തിച്ചുകൊണ്ടാവണം. ആരും എൻ്റെ അടുത്ത് മോശം പറഞ്ഞിരുന്നില്ല. മേടിച്ചവർ തന്നെയും പിന്നെ മേടിക്കുകയും ചെയ്തു. കൂടുതലായിട്ടും ഗൾഫിലേക്കുള്ള ഓർഡറുകളായിരുന്നു ആ ടൈമിൽ വന്നുകൊണ്ടിരുന്നത്. ഇടയ്ക്കും മുറയ്ക്കും ഓർഡറുകളൊക്കെ ഉണ്ടെങ്കിൽ കൂടിയും ഞാൻ വിചാരിച്ചിരുന്ന പ്രോഫിറ്റൊന്നും എനിക്ക് ഇതിൽ നിന്ന് ആദ്യമേ കിട്ടിയിരുന്നില്ല. അതിൻ്റെ പ്രധാന കാരണം പബ്ലിസിറ്റി കുറവായിരുന്നു എന്നതാണ്. സോഷ്യൽ മീഡിയയിലൊന്നും തീരെ ആക്റ്റീവ് ഇല്ലായിരുന്ന എനിക്ക് ഇതിന് പബ്ലിസിറ്റി കൊടുക്കുക എന്നുള്ളത് വളരെ വലിയൊരു വെല്ലുവിളിയായിരുന്നു. അങ്ങനെ ഇരിക്കുകയാണ് അതിനും എൻ്റെ മൈൻഡിൽ ഒരു ഐഡിയ പൊട്ടിമുളച്ചു. നമുക്ക് ഐഡിയകൾക്ക് വലിയ പഞ്ഞൊന്നും ഇല്ലല്ലോ. പിന്നെ ഐഡിയ എന്താണെന്നൊക്കെ ഞാൻ വഴിയേ പറയാം. ഇത് കണ്ടോ, ഞാൻ പോകുന്ന വഴിക്ക് കണ്ടതാണ്. മഴ പെയ്തപ്പോൾ വീണ പ്ലാവിൻ്റെ കൊമ്പ് വീടിൻ്റെ ഫ്രണ്ടിലെടുത്തിട്ടിട്ട് ആടിന് ഫ്രീ തീറ്റാന്ന് എഴുതി വെച്ചിരിക്കുന്നു. മനുഷ്യരുടെ ഫുഡ് ബാങ്കൊക്കെ കണ്ടിട്ടുണ്ട്. ഇത് ഫസ്റ്റ് ടൈമാണ് കാണുന്നത്. എന്തായാലും കൊള്ളാമല്ലേ, അടിപൊളി. ഇനിയിപ്പോൾ എവിടെ പോയെന്ന് പറഞ്ഞില്ല എന്ന് വേണ്ട, നമ്മുടെ അച്ചാറും ഗരം മസാലയൊക്കെ പാക്ക് ചെയ്യാനായിട്ടുള്ള സാധനങ്ങൾക്ക് ഓർഡർ കൊടുക്കാൻ വേണ്ടിയിട്ട് പോയതാണ്. ഒരു ദിവസം അങ്ങോട്ട് കഴിയണമെങ്കിൽ നമ്മൾ എന്തോരം അലഞ്ഞാലല്ലേ. പക്ഷേ ഇതിനെല്ലാം അവസാനം നമ്മുടെ കയ്യിൽ കിട്ടുന്ന ആ പൈസ ഉണ്ടല്ലോ, അതിൻ്റെ മൂല്യം അതിൽ രേഖപ്പെടുത്തിയിരിക്കുന്നതിൻ്റെ എത്രയോ മടങ്ങാണല്ലേ.